ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും ചെന്നാൽ ഒരു മലയാളി ഉണ്ടാവും എന്ന് പറയുന്നതിന് വേണ്ടി നമ്മളൊരു കഥയുണ്ട്. ചന്ദ്രനിൽ ചായക്കട നടത്തുന്ന ഗോപാലേട്ടൻ്റെ കഥ ഏറെക്കാലമായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാല് കുത്തി ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് വിളിച്ചു ചോദിക്കുന്നു, സായിപ്പേ ചായ വേണോ എന്ന് ചോദിക്കുന്നു. നോക്കുമ്പോൾ ഗോപാലേട്ടൻ അവിടെ ചായക്കട നടത്തുക. അതാ മലയാളി. എവിടെ? കേരളത്തിലാണ്, ഇന്ത്യയിലാണ്, കേരളത്തിലാണ്, തൃശ്ശൂരിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഈ ചായക്കടക്കാരന്മാരുടെ എല്ലാം പേര് പിള്ളാച്ചൻ എന്നായിരിക്കും, ഗോപാല പിള്ള ആണ് എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അപ്പോൾ ആ കഥ ഇപ്പോൾ ഒടുവിൽ യാഥാർത്ഥ്യമാകുകയാണ്. ഒരു മുഴുവൻ മലയാളി അല്ലെങ്കിലും ഒരു പകുതി മലയാളി നമ്മുടെ ബഹിരാകാശത്തേക്ക് പോവുകയാണ്, ബഹിരാകാശ നിലയത്തിലേക്ക് പോവുകയാണ്. ആദ്യത്തെ മലയാളി സ്പേസിലെത്തുന്ന ആദ്യ മലയാളിയാണ് അനിൽ മേനോൻ. ഡോക്ടർ അനിൽ മേനോൻ ഒറ്റപ്പാലത്തുകാരനാണ്. അച്ഛൻ്റെ വീട് ശങ്കരൻ, ചെറു ശങ്കരൻ നായരെന്ന കോൺഗ്രസിൻ്റെ ആദ്യത്തെ, അതിനുശേഷം ആരും ആയിട്ടില്ല, അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്ന ചെറു ശങ്കരൻ നായരുടെ പേരക്കുട്ടിയുടെ മകനാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, നമ്മൾക്കിപ്പോൾ അറിയാം, ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ശൂന്യാകാശത്ത് പോകുന്നത് 1984 രാകേഷ് ശർമ്മയാണ്. അത് ഏറ്റവും ഫേമസ് ആണ്. അന്ന് അദ്ദേഹത്തിൻ്റെ ആ പോക്കും, അന്ന് അദ്ദേഹത്തോട് ഇവിടെ നിന്ന് ഇന്ദിരാഗാന്ധി ചോദിക്കുന്നു ഭാരതം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. സാരേ ജഹാംസെ അച്ഛാന്ന് അദ്ദേഹം പറഞ്ഞു. അതെ, സാരേ ജഹാംസെ അച്ഛ. അതായത് ഈ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളെക്കാളും ഏറ്റവും മനോഹരം നമ്മുടെ ഇന്ത്യയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം നമുക്ക് ആകെ ഉണ്ടായിരുന്നത് പിന്നെ രവീഷ് മൽഹോത്ര ആയിരുന്നു, അദ്ദേഹത്തിന് പോകാൻ പറ്റില്ല. പിന്നെ ഇന്ത്യൻ വംശജരായിട്ടുള്ള കൽപ്പന ചൗള പോയി, പിന്നെ വേറൊരാൾ സുനിത വില്യംസ്, അവരൊക്കെ പോയി. കൽപ്പന ചൗള പിന്നെ ദാരുണ അന്ത്യം അടയുകയുണ്ടായി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എന്താണെങ്കിലും ഇതിപ്പോൾ നമ്മുടെ മലയാളി അനിൽ മേനോൻ ആണ്. ഇന്ന് രാത്രി 8:17 പുറപ്പെടും. 3 മണിക്കൂറും ഏതാനും മിനിറ്റുകൾ എടുക്കും അവിടെ എത്താൻ, ഉസ്ബെക്കിസ്ഥാൻ. അതെനിക്ക് തോന്നുന്നു നമ്മുടെ അന്തരീക്ഷത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത്. ഈ 8 മാസത്തോളം സമയം അവിടെ ചെലവഴിക്കുക. അതെ. അപ്പോൾ ഇന്ന് 8:17 കസക്കിസ്ഥാനിലെ ബെക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ്കോസ്മോസ് സോയൂസ് MS-29 ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് യാത്ര. എല്ലാ കാലത്തും റഷ്യയാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ സഹായിച്ചിരുന്നത്. രാകേഷ് ശർമ്മ പോയപ്പോഴും റഷ്യൻ സംരംഭമായിരുന്നു. റഷ്യയാണ് ഇന്ത്യക്ക് സഹായിച്ചിരുന്നത്. അപ്പോൾ സോയൂസ് 2.1 എന്ന റോക്കറ്റിലാണ് പേടകം വിക്ഷേപിക്കുന്നത്. പിന്നെ റഷ്യക്കാരായിട്ടുള്ള രണ്ടുപേരും കൂടി. അതെ. രാത്രി 11:30 രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന്റെ കവാടവുമായി ഇതിന്റെ ഡോക്കിംഗ് നടക്കും. ഇതുമായി ബന്ധപ്പെടും, അവിടുന്ന് ബഹിരാകാശ നിലയമായിട്ട് ബന്ധപ്പെടുത്തുക എന്നുള്ള കാര്യം ബന്ധപ്പെടും. പിന്നെ വെയിറ്റ് ചെയ്യണം. വെളുപ്പിനെ 1 മണിയോടെ, നാളെ വെളുപ്പിന് 1 മണിയോടെയാണ് ഇതിന്റെ ഹാച്ചിങ്, അതായത് കവാടം തുറന്ന് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവേശിക്കുക എന്നുള്ളത്. അപ്പം ഇതാണ് പ്രധാനമായിട്ടും സംഭവിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇദ്ദേഹത്തിൻ്റെ അമ്മ ഉക്രൈൻ സ്വദേശിനിയാണ് അമ്മ. അതുപോലെ ഇദ്ദേഹവുമായിട്ട് നമ്മുടെ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, നടി ലെനയുടെ ഭർത്താവ്, അദ്ദേഹം ബഹിരാകാശത്തേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ആളാണ്. ഇദ്ദേഹം ഈ പറയുന്ന ഡോക്ടർ അനിൽ മേനോനുമായിട്ട് നടത്തിയ ഒരു മനോഹരമായ ഒരു ഇൻ്റർവ്യൂ ഇത് മലയാള മനോരമ പ്രസിദ്ധീകരിച്ചു. മനോരമയ്ക്ക് അല്ലെങ്കിലും മലയാളികൾ എന്ന് കേൾക്കുമ്പോൾ അവർ എവിടെയെങ്കിലും ചെന്ന് അപ്പം അവർ നോക്കിയത്, ആദ്യം നോക്കുന്നത്, അപ്പോൾ അവർ പ്രശാന്ത് ബാലകൃഷ്ണനെയാണ് അവർ സമീപിച്ചത്. കാരണം അല്ല, മാത്രമല്ല ഇവർക്ക് ഈ ഡയറക്റ്റ് ആയിട്ട് കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഇന്ത്യയുടെ ഗഗൻയാൻ സംഘാംഗമായിരുന്നു എയർ കമാൻഡർ പ്രശാന്ത് ബാലകൃഷ്ണൻ. അപ്പം അദ്ദേഹം അനിൽ മേനോനുമായിട്ട് സംസാരിച്ച് ഒരു ഇൻ്റർവ്യൂ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഇന്ത്യയിൽ ഒരു തവണയേ വന്നിട്ടുള്ളൂ. ഇന്ത്യയിൽ ഒരു തവണയേ വന്നിട്ടുള്ളൂ. അത് ഈ പിന്നെ പോളിയോ വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട് 2009 JNUവിൽ വന്നു. ഇദ്ദേഹത്തിൻ്റെ കരിയർ നമ്മൾ അത്ഭുതകരമാണ്. ഇദ്ദേഹത്തിൻ്റെ കരിയറിൽ ഇദ്ദേഹം എഞ്ചിനീയറും ഡോക്ടറുമാണ്. ഇദ്ദേഹം ആദ്യം എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, അത് കഴിഞ്ഞ് മെഡിസിൻ പഠിക്കാൻ പോകുന്നു. അദ്ദേഹത്തിന് അതിൽ MD ഉള്ള അതിൽ പോസ്റ്റ് ഗ്രാജുവേഷനാണ് ഡോക്ടറിലും. ഇദ്ദേഹം സൈനികരുടെ അവിടെ ആ സൈനിക അമേരിക്കൻ നാസയിൽ അവരുടെ ഏതാണ് എയർഫോഴ്സ് സംവിധാനങ്ങളുടെ അവിടുത്തെ പൈലറ്റുമാർക്കെല്ലാം തന്നെ ചികിത്സ നൽകുന്ന ആ ഒരു മേഖലയെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഇദ്ദേഹം ലോകത്ത് പല സ്ഥലങ്ങളിൽ വലിയ ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സ്ഥലത്തൊക്കെ തന്നെ ഇദ്ദേഹം സംഘവും പോകാറുണ്ട്, രക്ഷാപ്രവർത്തനം. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഏരിയ. പെട്ടെന്നൊരു ദുരന്തം ഉണ്ടായാൽ അവിടെ എത്തി. എയർഫോഴ്സിൽ വലിയ ഉന്നത പദവിയിൽ വഹിക്കുന്ന ആളാണ് അദ്ദേഹം. അവിടെ ഡോക്ടറുമാണ്. അതേസമയം അദ്ദേഹത്തിന് ഡോക്ടർമാർക്ക് ഈ സൈന്യത്തിൽ അവർക്ക് ആ പദവി കിട്ടുമല്ലോ ഓരോ സ്ഥാനത്തിന്. അപ്പോൾ അതൊരു മാത്രമല്ല, ചേട്ടൂർ ശങ്കരൻ നായരുടെ പേരക്കുട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനിക്കാവുന്ന ഒരാളാണ് അദ്ദേഹം.
മലയാളി, ഞാൻ നേരത്തെ പറഞ്ഞ മലയാളി ആയ ഏക കോൺഗ്രസ് അധ്യക്ഷനാണ് ചെറുപ്പ ശങ്കരൻ നായർ. അതെ. ചെറുപ്പ ശങ്കരൻ നായരുടെ മകളാണ് KPS മേനോൻ്റെ സഹധർമ്മിണി, അനുജി എന്ന് വിളിക്കുന്ന അവർ ആണ്. KPS മേനോൻ്റെ മക്കളെ നമുക്കറിയാം. അതിൻ്റെ മകൻ KPS മേനോൻ ജൂനിയർ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നു. KPS മേനോൻ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നു. KPS മേനോൻ പേരക്കുട്ടി ശിവശങ്കർ മേനോൻ ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി ആയിരുന്നു. ചുരുക്കം പറഞ്ഞാൽ ഇതൊരു ഗംഭീര കുടുംബമാണ്. ഈ ചേർത്തൂർ തറവാടെന്ന് പറയുന്നത് വലിയ ഒരു കുടുംബമാണ്. അപ്പോൾ അവിടെ ഒന്ന് വരുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പിതാവ് ഇവിടെ നിന്ന് അവിടെ പോയി അദ്ദേഹം അവിടെ സെറ്റിൽ ചെയ്ത ഒരാളാണ്. അങ്ങനെ അത് യുക്രൈൻ സ്വദേശിനി ഒരു യുവതിയെ കല്യാണം കഴിക്കും. ആ മകനാണ് ഈ അനിൽ മേനോൻ. പക്ഷേ ഏതായാലും ഇദ്ദേഹം വളരെ മിടുക്കനും എല്ലാവർക്കും വളരെ സ്വീകാര്യമായ ഒരാളാണെന്നാണ് പറയപ്പെടുന്നത്. അല്ല, ഇത് ഞാൻ മുമ്പേ പറഞ്ഞത് 2 തവണ വന്നിട്ടുണ്ട്, 2-3 തവണ വന്നിട്ടുണ്ട്. അതായത് പാലക്കാട് ഒറ്റപ്പാലത്ത് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അതായത് ഈ 6-ാം വയസ്സിൽ ദ ഡ്രീം ഈസ് അലൈവ് എന്ന സിനിമ കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് ഈ സ്പേസ് ഷട്ടിലിൽ ആൾക്കാർ ജോലി ചെയ്യുന്നതൊക്കെ കണ്ടപ്പോൾ ബഹിരാകാശ പരിവേഷണം സ്വപ്നമായി എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് എഞ്ചിനീയറിങ്ങും ന്യൂറോബയോളജിയും എമർജൻസി മെഡിസിനും എയറോസ്പേസ് മെഡിസിനും പഠിച്ചെങ്കിലും ഈ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം ഇൻ്റർവ്യൂവിൽ പറയുന്നത്. മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ ഈ 3 പേര് പോകുന്ന കൂട്ടത്തിൽ ഡോക്ടർ അദ്ദേഹമാണ്. അതെ. ഈ 2 പേർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായാലും അത് കൈകാര്യം ചെയ്യാൻ വളരെ വിദഗ്ധനായ ഒരു ഡോക്ടർ കൂടിയാണ് അദ്ദേഹം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ സ്പേസിൽ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ പറയാൻ മാറാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അത് സംഭവിക്കുമ്പോൾ അങ്ങനെ ഒരു ഡോക്ടർ കൂടെ ഉള്ള ഏറ്റവും നല്ലതാണ്. മാത്രം അദ്ദേഹം ഈ മേഖലയിൽ വളരെ പ്രാവീണ്യം തെളിയിച്ച ആളുമാണ്. അപ്പോൾ അത് ഈ മറ്റു 2 പേർക്കും ഏറെ പ്രയോജനം ചെയ്യും. ഈ മറ്റു പലരും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഭ്രമണപഥത്തിൽ എത്തിയതിന് ശേഷം ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നില ഇങ്ങനെ ഭൂമിയെ ഭ്രമണം ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഭൂമിയെ നോക്കിക്കാണുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആശയും ആഗ്രഹവും. നമ്മുടെയൊക്കെ ഭൂമിയെ ഭ്രമണപഥത്തിൽ നിന്ന് ആദ്യമായി കാണുന്ന ഇതാണ് അദ്ദേഹം ആദ്യം കാത്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഭൂമിയെ കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം. ആലോചിച്ച് നോക്കിയല്ലേ, അതൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര 100-ൽ ഒരാൾക്ക് അല്ലെ 2 പേർക്കോ ഒക്കെ കിട്ടുന്ന ഒരു ഭാഗ്യമാണ് അല്ലേ? അതെ. പിന്നെ അപ്പോൾ രാകേഷ് ശർമ്മ പറഞ്ഞല്ലോ, സാരെ ജഹാംസ അച്ഛന്നല്ല, ഇന്ത്യ കാണാം. ആ കൂട്ടത്തിൽ ഇന്ത്യയും കാണാമല്ലോ അദ്ദേഹത്തിന്. അതെ, നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു മനോഹാരിത അദ്ദേഹത്തിന് അവിടെ നിന്ന് കാണാൻ പറ്റും. എന്താണെങ്കിലും നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മനോരമ ഇന്ന് വളരെ ഭംഗിയായിട്ട് വാർത്തകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിലാണ് ഇങ്ങനെ ഒരു വാർത്ത അതാണ് നമ്മൾ നേരത്തെ ഒന്നും പലരും അറിഞ്ഞിട്ടില്ലായിരുന്നു. നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ വേണ്ടത്ര പ്രാധാന്യം ഇതിന് കൊടുത്തോ എന്ന് തന്നെ സംശയമാണ്. പക്ഷേ ഇപ്പം ഈ കഴിഞ്ഞ ഇന്നലെ ഇന്നൊക്കെ വളരെ എല്ലാവരും നന്നായി കൊടുക്കുന്നുണ്ട്. എങ്കിൽ പോലും നമുക്കതൊരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു അഭിമാന നിമിഷമാണ് ഒരു മലയാളി അവിടെ എത്തുക എന്ന് പറയുന്നത്. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര ബഹിരാകാശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തിയായിരുന്നു. അത് ഈ ഇവരുടെ ടെസ്ലയുടെ വാഹനത്തിലാണ് അതെന്തോ തകരാറ് സംഭവിച്ചു ഒക്കെ പ്രശ്നമായി. അദ്ദേഹത്തിനുള്ള പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞു, നാസയുടെ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞു. ഈ അന്തരീക്ഷത്തിൽ പറന്ന് നടക്കുന്നു. അത് ബഹിരാകാശ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് പോകാൻ വേണ്ടിയാണ്. അത് ഈ പറഞ്ഞ പോലെ ബഹിരാകാശത്തൊന്ന് കറങ്ങി തിരിച്ച് ഭൂമിയിലെത്തുന്ന ഏതാനും മണിക്കൂറുകൾ ചെലവഴിച്ച് ഭൂമിയിലെത്തുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ ഈ മലയാളികളും ബഹിരാകാശം സ്വപ്നം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് പറയാം. ആണാണ്. കാരണം ഇത് നാളെ ഇതൊരു വളരെ എല്ലാവർക്കും പോകാമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് കറങ്ങി അടിച്ച് വരാമെന്നുള്ള അവസ്ഥയാണെങ്കിൽ ആളിൽ പോവും. ഈ സുനിത വില്യംസ് ഇടയ്ക്ക് ഇവിടെ കണ്ണൂരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നില്ല? അതെ. അവർ അവിടെ ഇത് എത്ര നാളുകളാണ് അവിടെ കഴിഞ്ഞത്. അവർ കുടുങ്ങിപ്പോവുകയാണ്, അല്ലാതെ അവസ്ഥയിലായി പോയില്ലേ, അവർ പെട്ടുപോയില്ലേ. അങ്ങനെ അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് ഇറങ്ങി ഭൂമിയിൽ ഇറങ്ങിയതിന് ശേഷം പിന്നീട് അവർ കണ്ണൂർ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സുനിത വില്യംസ് എത്തിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ കുട്ടികളിൽ ഒരുപാട് പേർക്ക് ഈ ഒരു മേഖലയോട് വലിയൊരു തിരിച്ചറിവുണ്ട്. എന്ന് പറഞ്ഞാൽ ബഹിരാകാശ മേഖലയോട് ഒരു ഭ്രമമുള്ള കുട്ടികൾ ധാരാളം ഇപ്പോൾ ഉണ്ട്. അതാണ് അത് സത്യമാണ്. ഏതായാലും ഇത് ഈ അനിൽ മേനോൻ എന്ന് പറയുന്ന ഒരു മലയാളി അവിടെ ഈ ഒരു വലിയ നേട്ടം കൈവരിക്കുമ്പോൾ അത് നമ്മുടെ നാടിൻ്റെ വലിയൊരു അഭിമാനമായി മാറുകയാണ്. നമ്മളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തെ അത് ഇന്ത്യൻ പൗരത്വമുണ്ടോയെന്ന് അറിയില്ല. എങ്കിൽ പോലും സത്യത്തിൽ നമ്മൾ അദ്ദേഹത്തെ ബഹുമതി കൊടുത്ത് ആദരിക്കണം. കേരളത്തേക്ക് ക്ഷണിച്ചു കൊടുത്തു അദ്ദേഹം ഈ ദൗത്യം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ. മലയാളിയല്ലേ അദ്ദേഹം. നമ്മൾ ശരിക്കും സർക്കാർ സ്റ്റേറ്റ് ഗസ്റ്റായിട്ട് വിളിച്ചുകൊണ്ടൊന്നും അതിന് ഒരു സ്വീകരണം ഒരുക്കേണ്ടതാണ് നമ്മൾ എന്നാണ് ചെയ്യേണ്ടത്. എന്താണെങ്കിലും നമ്മുടെയൊക്കെ കുട്ടികൾക്ക് വലിയൊരു പ്രചോദനമായി ഈ മനുഷ്യൻ മാറുകയാണ്.